ഹലോ! നിത്ര ടോക്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. കാറ്റത്തെ കിളിക്കൂടിൻ്റെ പുതിയ വിശേഷം കണ്ടാലോ? നിധിയാണെങ്കിൽ സുഭാഷേട്ടന് വേണ്ടിയിട്ടുള്ള വേറൊരു കല്യാണാലോചനയിലാണല്ലോ. അപ്പോൾ അതെന്തായാലും അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സുഭാഷേട്ടൻ്റെ അടുത്ത് എന്തായാലും പറഞ്ഞിട്ടുണ്ട്. അപ്പം നാളെ അവർ പോയിട്ട് കാണാമെന്നുള്ള തീരുമാനത്തിലാണ്. അങ്ങനെ സുഭാഷേട്ടനോട് പറയാണ്. സുഭാഷേട്ടൻ ആദ്യം ഒന്ന് സമ്മതം മൂളിയിട്ടില്ല എന്നുണ്ടെങ്കിലും പിന്നെ ഇവർ എല്ലാവരും കൂടി നിർബന്ധിച്ചപ്പോൾ സമ്മതം മൂളിയിട്ടുണ്ട്. സുഭാഷേട്ടൻ പറഞ്ഞു അവിടെ വരെ പോകണ്ടേ, വീട്ടിലേക്ക് പോകണ്ടേ എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിന് വീട്ടിലേക്കില്ലല്ലോ നമ്മൾ പോകുന്നത്, കോഫി ഷോപ്പിലേക്കാണ്. ഇപ്പം അങ്ങനെയാണ്, കോഫി ഷോപ്പിൽ നിന്നാണ് പെണ്ണ് കാണുന്നത്. അപ്പോൾ അവരുടെ വീട്ടുകാരൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇവരെല്ലാവരും കൂടി പിറ്റേ ദിവസം രാവിലെ പോകാൻ വേണ്ടി തീരുമാനിച്ചു. എന്തായാലും നമ്മൾ സുഭാഷേട്ടൻ അന്ന് പോയ പോലെയല്ല കേട്ടോ, കുറച്ചും കൂടി സുന്ദരനായിട്ടാണ് പോകുന്നത്. പാൻറ്റൊക്കെ ഇട്ടിട്ടാട്ടോ പോകുന്നത്. അന്ന് പോയപ്പോൾ മുണ്ടൊക്കെ ആയിരുന്നു എടുത്തത്. കുറച്ച് മോഡേൺ ആയിട്ടുണ്ട് ആൾക്ക്. എന്തായാലും പാൻറ്റ് ഇട്ടിട്ട് ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ എന്നാലും കുഴപ്പമില്ല, ആൾ സുന്ദരനാണ്. അങ്ങനെ അവിടെ എത്തി കഴിഞ്ഞതിന് ശേഷം ഇവർ മറ്റൊരു വെയിറ്റ് ചെയ്യാം കേട്ടോ, ഒരു പെൺകുട്ടീനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ എത്തിയപ്പോൾ തന്നെ സുഭാഷ് ചേട്ടനൊരു വലിവുണ്ട് കേട്ടോ. കാരണം സുഭാഷ് ചേട്ടനെ സംബന്ധിച്ച് ഇങ്ങനെയുള്ളൊരു സെറ്റപ്പ് സ്ഥലത്തേക്കൊക്കെ സുഭാഷ് ചേട്ടൻ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പം അവരൊക്കെയാണെങ്കിൽ പറയുന്നുണ്ട് ഇനി ഇത് ശീലമായിക്കോളും, ഇനി ഇങ്ങനെ വരുമ്പോൾ കോഫി ഷോപ്പിലേക്കാണല്ലോ വരിക, അപ്പം ശീലമായിക്കോളും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും അവർ ആദ്യം എത്തി. ശേഷം അവർ ആ കുട്ടിയെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ആ കുട്ടിയാണെങ്കിൽ വിളിച്ചിട്ടുണ്ട്, വന്നിട്ടുണ്ട്, പുറത്ത് നിൽക്കുകയാണെന്ന് പറയണം. നിധിയാണെങ്കിൽ ഇങ്ങോട്ട് വാ, ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന് പറയണേ. അങ്ങനെ അവളെ കൂടെ വേറൊരാളും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ആ പെൺകുട്ടിയുടെ കൂടെ വേറൊരു ചെക്കനും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെല്ലാവരും വിചാരിക്കുന്നത് അത് അവളുടെ ബ്രദർ ആണെന്നാണ്. പക്ഷെ നികേഷ് ആണെങ്കിൽ പറയുന്നുണ്ട് ബോഡി ലാംഗ്വേജ് കണ്ടിട്ട് ബ്രദർ ആണെന്ന് തോന്നുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളെ നിധിയാണെങ്കിൽ പറയുന്നുണ്ട് ബ്രദർ തന്നെ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് എന്തായാലും അവരുടെ സംസാരവും അവരുടെ ആക്ഷൻസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അതൊരു ബ്രദർ ആവാൻ ഒരിക്കലും ഒരു ചാൻസ് ഇല്ല. ഒരു ബ്രദർ ഒരിക്കലും അങ്ങനെയല്ല പെരുമാറുക. എന്തായാലും ആ പെൺകുട്ടിയുടെ ഡ്രസ്സിങ്ങും കാര്യവും നമ്മുടെ സുഭാഷ് ചേട്ടനെ തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. സുഭാഷ് ചേട്ടനെ സംബന്ധിച്ച് സുഭാഷ് ചേട്ടൻ ഒരു നാടൻ ചെക്കനാണ്. അപ്പോൾ വരാൻ പോകുന്ന പെൺകുട്ടിയും അങ്ങനെ ആവണം എന്നായിരിക്കുമല്ലോ അദ്ദേഹം ആഗ്രഹിക്കുന്നത്. എന്തായാലും ഈ പെൺകുട്ടി അതുപോലെയല്ല. എന്തായാലും നിധി അവരോട് തമ്മിൽ മാറിയിരുന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് രണ്ടുപേർക്കും കോഫിയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴും ആ ചെക്കൻ പറയുന്നത് ഞാൻ അവളുടെ കൂടെ പോകും, അവളുടെ കൂടെ പോയി ഞാൻ സംസാരിക്കും, എനിക്ക് അവൾക്ക് ഞാൻ ഇല്ലാതെ സംസാരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കൂടെ വന്ന ചെക്കനെയും കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പം തന്നെ ഇവർക്ക് എല്ലാവർക്കും ഡൗട്ടായിട്ടുണ്ട് എന്തിനാ കൂടെ ആ പെൺകുട്ടി പോയത്. ഈ പെൺകുട്ടിയുടെ പേര് ഐശ്വര്യ എന്നാണ് കേട്ടോ. എന്തായാലും ഈ പെൺകുട്ടിയുടെ കൂടെ ഒരു വാലായിട്ട് ഈ ചെക്കൻ എപ്പോഴും ഉണ്ട്. അങ്ങനെ തന്നെ നമ്മുടെ സുഭാഷ് ചേട്ടന് എന്തോ ഒരു സംശയം തോന്നിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ സുഭാഷ് ചേട്ടൻ ലാസ്റ്റ് സഹിക്കാൻ വയ്യാതെയായിട്ട് സുഭാഷ് ചേട്ടൻ ചോദിക്കുകയാണ് ഇത് ആരാന്ന് ചോദിക്കുമ്പോൾ ബെസ്റ്റി ആണെന്ന് പറയാണ്. അപ്പോൾ സുഭാഷ് ചേട്ടൻ അത് മനസ്സിലായില്ല. അപ്പോൾ വീണ്ടും വീണ്ടും ചോദിക്കുമ്പോഴും ബെസ്റ്റി എന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് അതിൻ്റെ അർത്ഥം, എന്താണ് അതിൻ്റെ ഒരു ബന്ധത്തിൻ്റെ ആഴെന്നൊന്നും നമ്മുടെ സുഭാഷ് ചേട്ടന് പാവം അറിയില്ല. എന്തായാലും അപ്പുറത്ത് ഇവർ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്, നമ്മളെ ഹരീഷും നികേഷും നിധിയും കൂടി. ഇത് ബ്രദറാണോ അതോ വേറെ ആരെങ്കിലും ആണോ എന്നൊക്കെ. എന്തായാലും അന്നേരം നമ്മുടെ നിധിയാണെങ്കിൽ ആ കുട്ടിയുടെ പ്രൊഫൈൽ എടുത്തിട്ട് മാട്രിമോണിയിൽ പോയി നോക്കുമ്പോൾ 2 സിസ്റ്റേഴ്സ് എന്നാണ് കാണിക്കുന്നത്, ബ്രദറിന് കാണിക്കുന്നില്ലല്ലോ. അപ്പോൾ ഇത് എന്തായിരിക്കും സംഭവം എന്ന് അവരിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും സുധീഷ് അതിൻ്റെ ഇടയിൽ പോയിട്ട് 3 കോഫി ഓർഡർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നികേഷിനും നിധിക്കൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ നിധിയുടെ കോഫിയിൽ മാത്രം ലവ് ചിഹ്നമൊക്കെ ഉണ്ട് കേട്ടോ. അത് നിധിക്ക് മനസ്സിലായിട്ട് നിധി അത് സ്പൂണിട്ട് ഇളക്കുന്നൊക്കെ ഉണ്ട്. എന്തായാലും ആ സമയത്തും സുധീഷ് തൻ്റേതായിട്ടുള്ള കാര്യങ്ങൾക്ക് സന്തോഷം കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. എന്തായാലും സുഭാഷ് ചേട്ടൻ എന്തായാലും ആ പെൺകുട്ടി സെറ്റാവില്ല എന്നുള്ള മനസ്സിലുള്ള ഒരു ധാരണ ഉണ്ട് കേട്ടോ. കാരണം ആ പെൺകുട്ടിയുടെ ബോഡി ലാംഗ്വേജ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കും ആ പെൺകുട്ടിയുടെ ഒരു ഇഷ്ടമൊന്നും തോന്നുന്നില്ല. അങ്ങനത്തെ സംസാരവും കാര്യങ്ങളൊക്കെയാണ്. ആദ്യം തന്നെ വന്നിരുന്ന പാടെ തന്നെ സുഭാഷ് ചേട്ടനോട് സുഭാഷ് ചേട്ടൻ്റെ സാലറിയും കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചത്. അപ്പോൾ തന്നെ സുഭാഷ് ചേട്ടന് കുറച്ചൊക്കെ ചടച്ചിട്ടുണ്ട്, കേൾക്കുന്ന നമുക്കും ചടച്ചിട്ടുണ്ട്. എന്തായാലും ആ പെൺകുട്ടി പിന്നീട് കോഫിയൊക്കെ കുടിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വിളിച്ചറിയിക്കട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ വരുന്ന വരവിൽ നമ്മുടെ സുഭാഷ് ചേട്ടനോട് ഇവരെല്ലാവരും കാർന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സുഭാഷ് ചേട്ടന് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. അപ്പോൾ ആ കൂടെ ഉള്ളത് ആരാന്ന് നിങ്ങൾ ചോദിച്ചില്ലേ എന്ന് പറയുമ്പോൾ സുഭാഷ് ചേട്ടന് ആദ്യം കിട്ടുന്നില്ല കേട്ടോ. എന്തോ ആ പെൺകുട്ടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് പറയുന്നുണ്ട് ബെസ്റ്റി ആണെന്നാണ് പറഞ്ഞതെന്ന്. അതിൽ ഇവരെല്ലാവരും ഷോക്കായിട്ട് നിൽക്കുകയാണ് കേട്ടോ. കാരണം ബെസ്റ്റി എന്ന് പറയുമ്പോൾ അതെന്തായാലും ആ പെൺകുട്ടിയുടെ ബോയ് ഫ്രണ്ട് ആവാനായിരിക്കും ചാൻസ്. അതിൽ കൂടുതലുള്ള ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും ഒന്നും ആയിരിക്കില്ല. കാരണം അങ്ങനെ അത്രയും ഡീപ്പായിട്ടുള്ള ഒരാളെ കൂടെ കൊണ്ടുവന്നിട്ട് ഇമ്മാതിരി സംഭവങ്ങളൊക്കെ കാട്ടിക്കൂട്ടുന്നുണ്ടെങ്കിലും അത്രയ്ക്കും ചീപ്പായിട്ടുള്ളൊരു പെൺകുട്ടി തന്നെ ആയിരിക്കും ആ പെൺകുട്ടി. എന്തായാലും അപ്പോൾ സുഭാഷ് ചേട്ടന് ഈ കാര്യത്തിൽ തീരെ ഇൻട്രസ്റ്റ് ഇല്ല. ഇങ്ങനെയൊക്കെ ആയ സ്ഥിതിക്ക് ഇവർക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഇനി എന്തൊക്കെയാണ് നടക്കാന്ന് നമുക്ക് എന്തായാലും വൈകാതെ കാണാമല്ലോ. അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് എൻ്റെ ചാനൽ ഫോളോ ചെയ്യുക. ബൈ.